പാലക്കാട് മാട്ടുമന്തൽ ചോളോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു പെൺകുട്ടി, 29 വയസ്സുള്ള മീര എന്ന പെൺകുട്ടി അതിൻ്റെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചതായി പറയപ്പെടുന്നു. ആ തൂങ്ങി മരിച്ചതാണെന്നാണ് വീട്ടുകാർക്ക് കിട്ടിയ വിവരം, അത്രേ പറയുന്നുള്ളൂ. കാരണം അത് ഈ മീരയുടെ ഭർത്താവ് അനൂപ് ഈ കുട്ടിയെ സ്ഥിരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഒരുപാട് ഉപദ്രവിക്കും. ആ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി അതിൻ്റെ വീട്ടിൽ വന്നു. അതായത് സെപ്റ്റംബർ 9-ാം തീയതി ഇങ്ങെത്തി. ഇനി വന്നിട്ട് ഇനി അങ്ങോട്ട് പോകണ്ട, പോലീസിൽ കേസ് കൊടുക്കാം, പരാതി കൊടുക്കാം, ഇവനെ കൊണ്ടുള്ള ഉപദ്രവം അത് സഹിക്കാൻ നിവർത്തിയില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് അവർ പരാതി കൊടുക്കാനിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഈ 9-ാം തീയതി രാത്രി വന്നിട്ട് അനൂപ് വന്നിട്ട് ഇതിനെ ബലമായിട്ട് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടതായിട്ട് വീട്ടുകാരറിയുന്നത്, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരറിയുന്നത്. അപ്പോൾ ഈ ശൃംഖലയിലേക്ക് ഒരു പാവപ്പെട്ട മീര കൂടി കടന്നു വരുന്നു. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പെൺകുട്ടികളെ ഇതുപോലെ അവന്മാർ ഇതുപോലെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി വീട്ടിൽ വന്നാൽ ഈ വീട്ടുകാർ എന്തുകൊണ്ട് ഇവൻ്റെ കൂടെ അതിനെ വിട്ടുകൊടുത്തു? കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് അത് വന്നത്. പോലീസിൽ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന പെൺകുട്ടിയെ ഈ വീട്ടുകാരെന്തിനാ അവൻ്റെ കൂടെ തിരിച്ചു പറഞ്ഞയച്ചു എന്നുള്ളത് വളരെ ഒരു നമുക്ക് കാരണം എന്താണെന്നറിയോ? ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോഴൊക്കെ ഒരുപാട് ചെലവ് വീട്ടുകാർക്ക് വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നോക്കും, സ്വർണം കൊടുക്കണം, പണം കൊടുക്കണം, ഈ രീതിയൊക്കെ ഉണ്ട്. ഇപ്പോഴും ഡവറി പ്രൊഹിബിഷൻ ആക്റ്റൊക്കെ ഉണ്ട്. അതൊരു വഴിക്ക് ഒരിടത്ത് ഇരിക്കും, അത്രയേ ഉള്ളൂ. കാരണം നിയമം ജനങ്ങൾ തന്നെ ലംഘിക്കും, ആളുകൾ ലംഘിച്ചില്ലേ പെണ്ണ് വീട്ടിയിരിക്കും എന്നുള്ള ഒരു രീതിയാണ്. ഈ കുട്ടിയെ ഇതുപോലെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അതിന് 29 വയസ്സേ ഉള്ളൂ. അതുപോലെ അതിനെ അത്രയും ഹരാസ് ചെയ്ത് ടോർച്ചർ ചെയ്തു. ആ ടോർച്ചർ ചെയ്ത് അത് നിർവാഹമില്ലാതെ തിരിച്ചു വീട്ടിൽ വന്നതാണ്. അപ്പോൾ അതിനെ ഇവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇതിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ, അത് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ, അതോ കെട്ടിത്തൂക്കി കൊന്നതാണോ, ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതേപോലുള്ള വൃത്തികെട്ടവന്മാർ ഒരുപാടുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അവൻ വന്ന് ഇതിനെ വിളിച്ച് നിർബന്ധമായിട്ട് അങ്ങ് കൂട്ടിക്കൊണ്ടുപോയത്. ഇത് പോകാൻ പാടില്ലായിരുന്നു. ആ കുട്ടി വീട്ടുകാരെ അയക്കാനും പാടില്ലായിരുന്നു. വേണ്ട, രാത്രി വേണ്ട, ഇന്ന് പോകണ്ട. അയച്ചപ്പോൾ എന്താ, ഈ വീട്ടുകാർ ചെന്നപ്പോൾ ആശുപത്രിയിലാണ് ഡെഡ് ബോഡി, പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഡെഡ് ബോഡി കിടക്കുന്നത്. വീട്ടുകാർ ചെല്ലുമ്പോൾ അവിടെ അവനോ അവൻ്റെ ബന്ധുക്കളോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ദുരൂഹത നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവൻ്റെ കൈയില്ലാതെ ഇതിനകത്ത് ഇത് വരികയല്ലോ. അപ്പം ഇവൻ എന്തിനെ എടുത്തിട്ട് അടിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഭാര്യയെ ഇങ്ങനെ അടിക്കുന്നവന്മാർ ഒരുപാട് പേരുണ്ട്. ഒന്നീ മദ്യപിച്ചിട്ട് വന്ന് ബോധമില്ലാതെ അടിക്കും, അല്ലെങ്കിൽ ഡ്രഗ്സ് കഞ്ചാവ് വലിച്ച് കയറ്റി, അല്ലെങ്കിൽ MDMA കഴിച്ച്, അതും അല്ലെങ്കിൽ സ്റ്റാമ്പ് നക്കി, ഇതെല്ലാം ചെയ്തതിന് ശേഷം വന്ന് ഈ ഭാര്യയുടെ മുതുകത്താണ് ഇത് മുഴുവൻ തീർക്കുന്നത്, ഈ ഉപദ്രവം മുഴുവൻ. ഒരുപാട് പേരുണ്ട് അങ്ങനെ. ടൈം ടേബിൾ വെച്ച് അടിക്കുന്നവന്മാരുണ്ട്. കാരണം അത് അടി കൊടുത്തേ വെക്കൂ. രാവിലെ 2 അടി, ഉച്ചയ്ക്ക് 2 അടി, രാത്രി 2 അടി, ആ രീതിയിൽ ടൈം ടേബിൾ വെച്ച് അടിക്കുന്ന വൃത്തികെട്ടവന്മാർ വരെയുണ്ട്. ഇങ്ങനെയുള്ളവന്മാരുള്ളപ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടി വീട്ടിൽ വന്നാൽ ആ വീട്ടുകാർ ചെയ്യേണ്ടത് ഒരിക്കലും അതിനെ തിരിച്ചയക്കരുത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണം. കാരണം ഇവൻ്റെ കൂടെ ഇവനെ വേണ്ട എന്നങ്ങ് വയ്ക്കണം. പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് പോയെന്നിരിക്കട്ടെ, അത് പിന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അതിന് ഇതൊക്കെ സഹിക്കാൻ തയ്യാറുണ്ട് എന്നും പറഞ്ഞങ്ങ് പോയാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ എന്നാലും പറയണം, മോളെ നീ അവൻ്റെ കൂടെ പോകരുത്, നിന്നെ തല്ലിക്കൊല്ലുവാൻ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഈ പെൺകുട്ടി സ്വയം തൂങ്ങി ആത്മഹത്യ ചെയ്തതാണോ അതോ ഇതിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ഏതായാലും നാച്ചുറൽ കോസസിലുള്ള ഡെത്തല്ല, അൺനാച്ചുറൽ ഡെത്താണ്. അൺനാച്ചുറൽ ഡെത്ത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകത്ത് ഭർത്തൃ വീട്ടിൽ വെച്ച് നടന്നാൽ, ഇത് വിവാഹം എന്നാണെന്നുള്ളതിനെക്കുറിച്ച് വിവരം എനിക്കില്ല, അതുകൊണ്ട് ആണെങ്കിൽ അത് ഇൻ കണക്ഷൻ വിത്ത് ദ ഡിമാൻഡ് ഓഫ് ഡവറി, അതായത് സ്ത്രീധനം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിമാൻഡിലോ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, അത് വേണം. അപ്പോൾ ഉണ്ടെങ്കിൽ
യഥാർത്ഥത്തിൽ അത് ഡൗറി ഡെത്ത് എന്ന് പറയുന്ന വലിയ ഒഫൻസാണ്. ഏതായാലും ഈ അനൂപ് എന്ന് പറയുന്നവൻ, അവനും അവൻ്റെ വീട്ടുകാരും കുറേ കഷ്ടപ്പെടും. അത് ആരും ആശുപത്രി പോലും ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ട് ഇട്ടിട്ട് ഒരു അനാഥ പ്രേതം പോലെ അവിടെ കിടക്കുകയാണ്, ആരുമില്ല ഇവർ ചെല്ലുമ്പോൾ. എന്ത് ഗതികേടാണെന്നും ആലോചിച്ച് നോക്കിയുള്ളൂ. ആ മൃതദേഹത്തോട് പോലും കാണിക്കുന്ന അനാഥരെ ഒന്ന് കാണിച്ചോളൂ. അവൻ വിവാഹം കഴിച്ച പെണ്ണാണ്, അത് മരണപ്പെടുന്നു, അത് തൂങ്ങി മരിച്ചു. അവന് അതിനെ അവിടെ കളഞ്ഞിട്ട് നടക്കാനുള്ള അതുപോലും ആ രീതിയിലല്ലേ അവൻ ചിന്തിക്കുന്നത്. ഇവൻ എന്തിനെ തലേന്ന് ഇതിനെ വിളിച്ചുകൊണ്ട് വന്നു രാവിലെയാണ് ഈ സംഭവം നടത്തി. ആ വീട്ടിൽ ചെന്നതിന് ശേഷം ഇതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു കാണും. ഒന്നുകിൽ അത് ഉപദ്രവേറ്റ് മരിച്ചിട്ടുണ്ട്, അന്നേരം എടുത്ത് കെട്ടി തൂക്കി, അല്ലെങ്കിൽ നിവർത്തിയില്ലാതെ ഈ അടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ അത് തൂങ്ങി മരിച്ചു. എന്തായാലും മരണം കൊലപാതകം തന്നെയല്ലേ, നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ. ആ രീതിയാണ് ഇത്. ശരിയായ രീതിയിൽ ഇതിൻ്റെ അന്വേഷണം നടക്കണം. യവനെയും യവൻ്റെ വീട്ടുകാരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവനെ കഴിയുന്ന പരമാവധി ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് വേണം.